വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാർമക്കോളജി ടോപ്പിക്കാണ് സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ്. സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിനകത്തൊന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ആയിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബാർബിറ്റുറേറ്റ്സ്, ബെൻസോഡയസെപ്പിൻസ്, അതുപോലെ തന്നെ ബാർബിറ്റുറേറ്റ് പോയിസൺ, അക്യൂട്ട് ബാർബിറ്റുറേറ്റ് പോയിസണിങ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ അതിൽ കാണുന്നുണ്ടെങ്കിൽ അത് മറന്നുകൊണ്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്തു. ആൻഡ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ്. സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ് എന്ന് പറയുമ്പോൾ they are classified into, sub-classified into benzodiazepines, barbiturates, non-benzodiazepines and other hypnotics. ഇത് ഓർത്ത് വെക്കാനായിട്ട് സെഡേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ ഉറക്കം വരാനുള്ളതാണ്, ഉറങ്ങുന്ന ബെഡിലാണല്ലോ. സോ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 സബ് ക്ലാസ്സസ് ഉണ്ട്. ആൻഡ് ഹിപ്നോട്ടിക്സ് എന്ന് നോക്കുമ്പോൾ അതർ ഹിപ്നോട്ടിക്സ് നോക്കാം. സോ benzodiazepines, barbiturates, non-benzodiazepines and other hypnotics. ബെൻസോഡയസെപ്പിൻസിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹിപ്നോട്ടിക്സ്, ദെൻ ഹിപ്നോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഉറക്കം വരുന്നതാണ് ഹിപ്നോട്ടിക്, ഇൻഡ്യൂസിങ് സ്ലീപ്പ്. Then anti-anxiety, which reduces stress. Then anti-convulsants. Next one ആണ് barbiturate. Barbiturates ആണ് long acting, short acting and ultra short acting ഉണ്ട്. നോൺ ബെൻസോഡയസെപ്പിൻസ് എന്ന് പറയുമ്പോൾ ഇസഡ് കോമ്പൗണ്ട്സ് കൊടുക്കുക. ഇസഡ് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഡ്രഗ് സ്റ്റാർട്ടിങ് വിത്ത് ലെറ്റർ ഇസഡ്, സോൾപിഡം, സാലിക്ലോൺ, സോപ്പിക്ലോൺ. ദെൻ അതർ ഹിപ്നോട്ടിക്സ് എന്ന് പറയുമ്പോൾ ട്രൈക്ലോഫോസ്, മെലാറ്റോണിൻ, റാമൽറ്റിയോൺ ആൻഡ് സുവോറെക്സിൻറ്റ്. ഫസ്റ്റ് ഹിപ്നോട്ടിക്സും ആൻറ്റി കൺവൾസൻറ്റും അതേപോലെ ആൻറ്റി ആൻസൈറ്റിക്കും ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ഡയാസെപ്പം ആൻഡ് ലൊറാസെപ്പം. വേറാസ് ഹിപ്നോട്ടിക്കും ആൻറ്റി കൺവൾസൻറ്റും ആണ് ആൽപ്രാസോളം എന്നുള്ളത്. ദെൻ ആൻറ്റി കൺവൾസൻറ്റും ആൻറ്റി ആൻസൈറ്റിക്കും ആയിട്ടുള്ള ഡ്രഗാണ് ക്ലോണാസെപ്പം. യു ക്യാൻ സി അതർ ഡ്രഗ്സ് ലൈക്ക് ഹിപ്നോട്ടിക്കിലുള്ള അതർ ഡ്രഗ്സ് ആണ് ഫ്ലുറാസെപ്പം, നൈട്രാസെപ്പം, തിമാസെപ്പം എക്സെട്ര. ആൻഡ് ആൻറ്റി കൺവൾസൻറ്റിലെ അതർ ഡ്രഗ്സ് ആണ് ഓക്സാസെപ്പം. ആൻഡ് ആൻറ്റി ആൻസൈറ്റിലെ ഡ്രഗ്സ് ആണ് ഓക്സാസെപ്പം. ആൻഡ് ആൻറ്റി കൺവൾസൻറ്റിലെയാണ് ക്ലോവാസം. ദെൻ ബാർബിറ്റുറേറ്റ്സ് തന്നെ ലോങ് ആക്ടിംഗ് ഉണ്ട്, ഷോർട്ട് ആക്ടിംഗ് ഉണ്ട്, അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ഉണ്ട്. ലോങ് ആക്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫീനോബാർബിറ്റോൺസ് ആണ്. ഷോർട്ട് ആക്ടിംഗ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടോബാർബിറ്റോൺ ആൻഡ് പെൻഡോബാർബിറ്റോൺ. അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ആണ് തയോപെൻറ്റോൺ ആൻഡ് മെത്തോഹെക്സിറ്റോൺ. ദെൻ നോൺ ബെൻസോഡയസെപ്പിൻസ് ഓൾറെഡി പറഞ്ഞു, തേറിയസിഡ് കോമ്പൗണ്ട്സ്. അത് ഹിപ്നോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ റാമൽറ്റിയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് മെലാറ്റോണിൻ്റെ അഗോണിസ്റ്റാണ്. മെലാറ്റോണിൻ എന്തിനാണ്? സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സർക്കേഡിയൻ റിതം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മെലാറ്റോണിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു അഗോണിസ്റ്റാണ് റാമൽറ്റിയോൺ. ഇൻട്രൊഡക്ഷൻ. ഇപ്പോൾ ഇത് ആക്ട് ചെയ്യുന്നത്, സെഡേറ്റീവ് ഹിപ്നോട്ടിക്സ് ആക്ട് ചെയ്യുന്നത് സെൻട്രൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലാണ്. എക്സൈറ്റേറ്ററി ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ഇൻഹിബിറ്ററി ഉണ്ട്. ബോത്ത് എക്സൈറ്റേറ്ററി ആൻഡ് ഇൻഹിബിറ്ററി ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. എക്സൈറ്റേറ്ററി ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഗ്ലൂട്ടമേറ്റ്, ആസ്പാർട്ടേറ്റ്. ദെൻ ഇൻഹിബിറ്ററി ആണെങ്കിലോ ഗാബ ആൻഡ് ഗ്ലൈസിൻ. ബോത്ത് എക്സൈറ്റേറ്ററി ആൻഡ് ഇൻഹിബിറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് നോർ അഡ്രിനാലിൻ, ഡോപ്പമിൻ, 5-HT, അസറ്റൈൽകോളിൻ, ഹിസ്റ്റമിൻ, അഡിനോസിൻ, ടാക്കിക്കൈനിൻസ്, ഓപ്പിയോയിഡ് പെപ്റ്റൈഡ്സ്, എൻഡോകനാബിനോയിഡ്സ്. Then stages or levels of NREM sleep. Stages or levels of NREM sleep. There are 4 stages. Stage 0 ആണ് falling asleep. Then stage 1 എന്ന് പറയുമ്പോൾ there will be less eye movement and muscle relaxation നടക്കും. Stage 2 എന്ന് പറയുമ്പോൾ reduced eye movement ആയി but easily arousable ആണ്. Stage 3 എന്ന് പറയുമ്പോൾ deeper sleep ആണ് but not easily arousable. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ ഡീപ്പസ്റ്റ് ലെവലാണ്. ഇവിടെയാണ് ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുന്നത്, മെറ്റബോളിക് റേറ്റ് കുറയുന്നത്. ഈ സ്റ്റേജ് 3നും സ്റ്റേജ് 4നും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഡെൽറ്റ വേവ് ഓർ സ്ലോ വേവ്. ഇതാണ് ക്വാളിറ്റി സ്ലീപ്പ് തരുന്നത്. ഓക്കെ. ദെൻ ബെൻസോഡയസെപ്പിൻസ്. അതിന് മുമ്പായിട്ട് കുറച്ച് ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടെ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഗ്ലൂട്ടമേറ്റ് ആണ് ചീഫ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ത്രൂ ഔട്ട് ദി CNS. അതിന് 4 സബ് ടൈപ്സ് ഉണ്ട്. സബ് റിസപ്റ്റേഴ്സിന് തന്നെ 4 സബ് ടൈപ്സ് ഉണ്ട്. NMDA റിസപ്റ്റർ, APH റിസപ്റ്റർ, കൈനേറ്റ്, മെറ്റബോട്രോപിക് റിസപ്റ്റേഴ്സ്. ആൻഡ് ഇവർ സ്റ്റിമുലേറ്റ് ആകുമ്പോഴത്തേക്കും ഇൻസോംനിയ, ട്രിമർ, കൺവൾഷൻസ്, എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. വേറാസ് ഇത് ഡിപ്രഷൻസ് നടക്കുമ്പോൾ ഡ്രൗസിനെസ്, സെഡേഷൻ, ഹിപ്നോസിസ്, ഓറിയൻറ്റേഷൻ, അൺകോൺഷ്യസ്നെസ്, കോമ ആൻഡ് ഡെത്ത് ആണ് സംഭവിക്കുന്നത്. ബെൻസോഡയസെപ്പിൻസിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ആണ് സെഡേഷൻ ആൻഡ് ഹിപ്നോസിസ്, റിഡക്ഷൻ ഇൻ ആൻസൈറ്റി, അനസ്തേഷ്യ, മസിൽ റിലാക്സേഷൻ, ആൻറ്റി കൺവൾസൻ്റ് ഇഫക്റ്റ് ആൻഡ് അംനേഷ്യ. സെഡേഷൻ ആൻഡ് ഹിപ്നോസിസ് എന്ന് പറയുമ്പോൾ എന്താ? ദേ പ്രൊലോങ് ദി സ്റ്റേജ് 2 NREM സ്ലീപ്പ് ആൻഡ് റെഡ്യൂസസ് ദി REM സ്ലീപ്പ്. NREM സ്ലീപ്പിൽ സ്റ്റേജ് 2 ആണ് പ്രൊലോങ് ചെയ്തത്. സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? റെഡ്യൂസ്ഡ് ഐ മൂവ്മെൻ്റ് ആയിരിക്കും ബട്ട് ഈസിലി അറോസബിൾ ആണ്. ദെൻ റിഡക്ഷൻ ഇൻ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ ദേ ഹാവ് എ കാമിങ് ഇഫക്റ്റ്.
കാമിങ് ഇഫക്റ്റ്, സ്ട്രെസ് ഒക്കെ കാം ചെയ്യുന്ന ഇഫക്റ്റാണ് ഇവർക്കുള്ളത്. ദെൻ അനസ്തേഷ്യയിലായിട്ട് ഇഫ് ദർ ഇസ് എ റിസ്ക് ഓഫ് പ്രൊലോങ്ഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ട്. ബെൻസോഡൈസെപ്പിൻസ് അനസ്തേഷ്യയിൽ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ യൂസ് ചെയ്താലും ദർ ഇസ് എ റിസ്ക് ഓഫ് പ്രൊലോങ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. മസിൽ റിലാക്സേഷൻ ഹെൽപ്പ് ചെയ്യും ബൈ ഡിക്രീസിങ് ദി പെയിൻ ആൻഡ് ഏക്ക് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ടോൺ. മസിൽ ടോൺ ഇൻക്രീസ് ആയതുകൊണ്ടുള്ള പെയിനും ഏക്കും ഒക്കെ ഡിക്രീസ് ചെയ്യും ബെൻസോഡൈസെപ്പിൻസ്. ദെൻ ആൻറ്റി കൺവൾസൻ ഇഫക്റ്റ് ഉണ്ട് ബൈ ഇൻക്രീസിങ് ദ സീഷർ ഓഫ് ത്രെഷോൾഡ് ഓഫ് സീഷർ. ദെൻ അംനേഷ്യ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് മെമ്മറി. അതർ ആക്ഷൻസ് ആണ്, സീരിയസ് ആക്ഷൻ ഉണ്ട്. ഹയർ ഡോസിലും ടോക്സിക് ഡോസിലും വേറെ ആക്ഷൻസ് ആണ് ഉള്ളത്. ഹയർ ഡോസിലാണെങ്കിൽ എന്ത് പറ്റും? ദ ഡിക്രീസസ് ദി ബ്ലഡ് പ്രഷർ, ഇൻക്രീസസ് ദി ഹാർട്ട് റേറ്റ് ആൻഡ് ഡിപ്രസസ് ദി റെസ്പിറേഷൻ. ഹയർ ഡോസിലാണെങ്കിൽ കോസസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ BP ഫോൾ ചെയ്യും, ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ടോക്സിക് ഡോസ് ആണെങ്കിൽ എന്ത് പറ്റും? മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റിക്ക് ഡിപ്രഷൻ ഉണ്ടാക്കും. മയോകാർഡിയൽ കോൺട്രാക്ഷൻ നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? കാർഡിയോ വാസ്കുലർ കൊളാപ്സ് സംഭവിക്കും. റെസ്പിറേഷനിൽ ഇത് ബെൻസോഡൈസെപ്പിൻസിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഇത്ര നേരം പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. റെസ്പിറേഷനിൽ ഡിപ്രഷൻ ഉണ്ടാക്കും. ഡയസെപ്പം ആണെന്നുണ്ടെങ്കിൽ ദ ഡിക്രീസസ് ഇൻ നോക്ടേണൽ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. നോക്ടേണൽ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ഡയസെപ്പം. മെക്കാനിസം ഓഫ് ആക്ഷൻ. ബെൻസോഡൈസെപ്പിൻസ് എവിടെയാണ് ബൈൻഡ് ചെയ്യുന്നത്? ഗാബ എ റിസപ്റ്ററിലാണ്. ഗാബ എ റിസപ്റ്ററിൽ ഇത് ബൈൻഡ് ചെയ്തിട്ട് ഗാബ എ ബെൻസോഡൈസെപ്പിൻ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാക്കും. ഒരു ബൈൻഡ് ചെയ്തിട്ട് അതാണ് ദ ബൈൻഡ് സ്പെസിഫിക് സൈറ്റ് ഓൺ ഗാബ എ ബെൻസോഡൈസെപ്പിൻ റിസപ്റ്റർ ആൻഡ് ദ എൻഹാൻസസ് റിസപ്റ്റർ അഫിനിറ്റി ഫോർ ദി ഗാബ. ദാറ്റ് ഈസ് ഗാബ. ഇവർ പോയി ഗാബ എ ബെൻസോഡൈസെപ്പിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗാബേനെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യും, അട്രാക്ട് ചെയ്യും, കൂടുതൽ അതിനോട് ബൈൻഡ് ചെയ്യാനായിട്ട് എൻഹാൻസ് ചെയ്യും. ദസ് ഇൻക്രീസിങ് ദ ഫ്രീക്വൻസി ഓഫ് ക്ലോറൈഡ് ചാനൽ ഓപ്പണിങ്. അങ്ങനെ ക്ലോറൈഡ് ചാനൽ ഓപ്പൺ ചെയ്ത് എന്ത് പറ്റും? ക്ലോറൈഡ് കണ്ടക്റ്റൻസ് കൂടും. ക്ലോറൈഡ് കണ്ടക്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് വരും? ക്ലോറൈഡ് കൂടുതലായിട്ട് ഉള്ളിലേക്ക് ചെല്ലും ന്യൂറോണിൻ്റെ. അപ്പോൾ കൂടുതൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ന്യൂറോണൽ മെംബ്രെയിൻ ഹൈപ്പർ പോളറൈസേഷൻ ഉണ്ടാക്കും. ന്യൂറോണൽ മെംബ്രെയിൻ ഹൈപ്പർ പോളറൈസേഷൻ ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റും? സിനാപ്റ്റിക് ട്രാൻസ്മിഷനൊക്കെ ഡിക്രീസ് ചെയ്യും. സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഡിക്രീസ് ചെയ്ത് അങ്ങനെ CNS ഡിപ്രഷൻ ഉണ്ടാക്കും. ദിസ് ഇസ് ദി ആക്ഷൻ ഓഫ് ബെൻസോഡൈസെപ്പിൻസ്. എന്നോട് പറയാം മെക്കാനിസം ഓഫ് ആക്ഷൻ. ദ ബൈൻഡ് ടു സ്പെസിഫിക് സൈറ്റ് ഓൺ ഗാബ എ ബെൻസോഡൈസെപ്പിൻ റിസപ്റ്റർ ബൈ എൻഹാൻസസ് ദി അഫിനിറ്റി ഓഫ് ഫോർ ദി GABA, then increases the frequency of chloride channel opening, thus increasing the chloride conductance, then neuronal membrane hyperpolarization ഉണ്ടാക്കും, thus decreasing the synaptic transmission and resulting in CNS depression. യൂസസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഇൻസോംനിക് യൂസ്. ഇൻസോംനിയ എന്ന് പറയുമ്പോൾ എന്താ? ലോസ് ഓഫ് സ്ലീപ്പ്, ലോസ് ഓഫ് ക്വാളിറ്റി സ്ലീപ്പ്. ഓക്കെ, ദിസ് കോസ് എന്തായിരിക്കും ഇൻസോംനിയക്ക് കാരണം? ഈ ബെൻസോഡൈസെപ്പിൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ഇൻസോംനിയയുടെ റീസൺസ് വരേണ്ടത് സ്ട്രെസ്, ആൻസൈറ്റി, ലൈഫ് സ്റ്റൈൽ, സം ടെമ്പറേച്ചർ ഇഷ്യൂസ് ഓർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എക്സെട്ര. ദെൻ ഹിപ്നോട്ടിക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടു എൻഷുർ അഡിക്വേറ്റ് സ്ലീപ്പ് ഡ്യൂറേഷൻ. Then anxiety and panic attacks use ചെയ്യാം. Then anticonvulsant ആയിട്ട് യൂസ് ചെയ്യാം. It's a drug of choice in status epilepticus. Then muscle relaxation ആയിട്ട് it causes chronic muscle spasm and spasticity ഒക്കെ muscle relaxant ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. Then ജനറൽ അനസ്തേഷ്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡ്യൂറിങ് ആൽക്കഹോൾ വിഡ്രോവലിൽ യൂസ് ചെയ്യുന്നുണ്ട്. സൈക്കാട്രിക് ആയിട്ട് കൺട്രോൾ ഓഫ് മാനിയ അതിനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബെൻസോഡൈസെപ്പിൻ അണ്ടഗോണിസ്റ്റ് ആണ് ഫ്ലുമെൻസിൽ ഇസ് ദി ബെൻസോഡൈസെപ്പിൻ അണ്ടഗോണിസ്റ്റ്. ആൻഡ് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസോഡൈസെപ്പിൻ ഓവർഡോസേജും ആൻഡ് റിവേഴ്സൽ ഓഫ് സെഡേഷനാണ് ബെൻസോഡൈസെപ്പിൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ ADR ഫോർ ദി ബെൻസോഡൈസെപ്പിൻ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് വിച്ച് ആർ നോസിയ, കൺഫ്യൂഷൻസ് ആൻഡ് സീഷേഴ്സ്. നോസിയ, കൺഫ്യൂഷൻ ആൻഡ് സീഷേഴ്സ് അത് അഡ്വേഴ്സ് ഇഫക്ട് ഫോർ ബെൻസോഡൈസെപ്പിൻസും. അപ്പോൾ നമ്മൾ പറഞ്ഞ ബെൻസോഡൈസെപ്പിൻസ് ആണ് ഇൻ ഷോർട്ട് പറയാൻ പോകുന്നത് ബെൻസോഡൈസെപ്പിനെ കുറിച്ചിട്ട്. ആദ്യം പറഞ്ഞത് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ആയിരുന്നു. സെഡേഷൻ ആൻഡ് ഹിപ്നോസിസ്, റെഡ്യൂസ് ഇൻ ദി ആൻസൈറ്റി, അനസ്തേഷ്യ, ദെൻ മസിൽ റിലാക്സേഷൻ, ആൻറ്റി കൺവൾസൻ്റ് ഇഫക്റ്റ് ആൻഡ് അംനേഷ്യയിലൊക്കെയാണ് ബെൻസോഡൈസെപ്പിൻ്റെ യൂസ് വരുന്നത്. അതർ ആക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സീരിയസിൽ ഹയർ ഡോസ് ആണെങ്കിൽ ഡിക്രീസസ് ദി BP ആൻഡ് ഇൻക്രീസസ് ദി ഹാർട്ട് റേറ്റ്. ദെൻ റെസ്പിറേറ്ററി ആൻഡ് ഡിപ്രഷൻ ഉണ്ടാക്കും. ഡയസെപ്പത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ബെൻസോഡൈസെപ്പിൻസ് എവിടെ ബൈൻഡ് ചെയ്യുന്നത്? ഗാബ എ ബെൻസോഡൈസെപ്പിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യും ബൈ എൻഹാൻസിങ് ദി ഗാബ റിസപ്റ്ററിൻ്റെ അഫിനിറ്റി കൂട്ടും. ഗാബ കൂടുതലായിട്ട് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫ്രീക്വൻസി ഓഫ് ക്ലോറൈഡ് ചാനൽ എന്ത് ചെയ്യും? കൂട്ടും, ഓപ്പണിംഗ് കൂട്ടും. അങ്ങനെ ക്ലോറൈഡ് കണ്ടക്റ്റൻസ് കൂട്ടും. പിന്നെ ന്യൂറോണൽ മെംബ്രെയിൻ ഹൈപ്പർ പോളറൈസേഷൻ ഉണ്ടാവും. ദെൻ ഡിക്രീസസ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് CNS ഡിപ്രഷൻ. ദെൻ പറയുന്ന യൂസസ് ആണ്. യൂസസ് എന്ന് പറയുമ്പോൾ ഇൻസോംനിയക്ക് യൂസ് ചെയ്യും. ഇൻസോംനിയ കോസ്ഡ് ബൈ സ്ട്രെസ്, ആൻസൈറ്റി, ലൈഫ് സ്റ്റൈൽ, ടെമ്പറേച്ചർ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്.
ഹൈപ്പോക്സിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആൻസൈറ്റി ആൻഡ് പാനിക് അറ്റാക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആൻറ്റി കൺവൾസൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, മസിൽ റിലാക്സേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ജനറൽ അനസ്തീഷ്യ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് ആൽക്കഹോൾ വിത്ഡ്രോവൽ ആൻഡ് സൈക്കാട്രിക് കൺട്രോൾ ഓഫ് മാനിയ. ദെൻ ബെൻസോഡയസെപ്പിൻ്റെ ആൻറ്റഗോണിസ്റ്റ് പറഞ്ഞിരുന്നു ഏതാണ്? ഫ്ലൂമെൻസെനിൽ. ഇവരുടെ യൂസ് എന്തിനാ? ബെൻസോഡയസെപ്പിൻ ഓവർ യൂസേജ് വന്നിട്ടുണ്ടെങ്കിൽ, ഓവർ ഡോസ് വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ റിവേഴ്സൽ ഓഫ് സെഡേഷനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ADR പറയുന്നത് നോസിയ, കൺഫ്യൂഷൻസ് ആൻഡ് സീഷർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ബാർബിറ്റുറേറ്റ്സ്. ബാർബിറ്റുറേറ്റ്സിൻ്റെ ഫസ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പറയുന്നത്. ബാർബിറ്റുറേറ്റ്സ് ദ ബൈൻഡ് ടു സ്പെസിഫിക് റിസപ്റ്റർ ആണ് ഗാബ എ റിസപ്റ്റർ. ബെൻസോഡയസെപ്പിൻ പോലെ തന്നെ ബാർബിറ്റുറേറ്റ്സും ഗാബ എ റിസപ്റ്ററിലാണ് ബൈൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ പ്രൊലോങ് ഡ്യൂറേഷൻ ഓഫ് ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗ്. ബെൻസോഡയസെപ്പിൻസ് എന്താ ചെയ്തത്? ഫ്രീക്വൻസി ആയിരുന്നു, ക്ലോറൈഡ് ചാനൽ ഓപ്പണിങ്ങിൻ്റെ ഫ്രീക്വൻസി ആയിരുന്നു കൂട്ടിയത്. ഇവരെന്ന് പറയുമ്പോൾ ക്ലോറൈഡ് ചാനൽ കൂടുതൽ നേരം തുറന്നു വെക്കും, ദാറ്റ് ഇസ് ഡ്യൂറേഷനാണ് കൂട്ടുന്നത്. ഡ്യൂറേഷൻ ഓഫ് ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗ് ദസ് ഇൻക്രീസിംഗ് ദി ക്ലോറൈഡ് കണ്ടക്ടൻസ്. സെയിം മെക്കാനിസം, ന്യൂറോണൽ മെംബ്രെയിൻ ഹൈപ്പർ പോളറൈസ് ആയി മാറും, റിസൾട്ടിങ് ഇൻ CNS ഡിപ്രഷൻ. വ്യത്യാസം ബെൻസോഡയസെപ്പിൻസിൻ്റെ ബാർബിറ്റുറേറ്റ്സിൻ്റെ എന്താ? ബെൻസോഡയസെപ്പിൻസ് ആയിരുന്നു അപ്പോഴത്തേക്ക് ഫ്രീക്വൻസി ഓഫ് ക്ലോറൈഡ് ചാനലായിരുന്നു കൂട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ബാർബിറ്റുറേറ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്? ദ പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ബാക്കി എല്ലാ മെക്കാനിസവും സെയിം തന്നെ. ദെൻ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെ ആയിരുന്നു. CNSൽ എന്ത് പറ്റും? സെഡേഷൻ ആൻഡ് ഹിപ്നോസിസ് ഉണ്ടാക്കും. CNS ഡിപ്രഷൻ സംഭവിക്കും. അനസ്തേഷ്യ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ആൻറ്റി കൺവൾസൻ്റ് ഇഫക്റ്റ് അതിനുണ്ട്. ആൻറ്റി കൺവൾസൻ എന്ന് പറയുമ്പോൾ എന്താ? ദേ ക്യാൻ ബി യൂസ്ഡ് ഇൻ എപ്പിലെപ്സിയിലൊക്കെ. ദെൻ റെസ്പിറേഷൻ ഡിപ്രഷൻ ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞ സെയിം തന്നെ അതിൻ്റെ വരുന്നത്. റെസ്പിറേഷൻ ഡിപ്രഷൻ വരും ബൈ പാരലൈസിങ് ദി മെഡുലർ റെസ്പിറേറ്ററി സെൻറ്റർ. CVSൽ എന്ത് പറ്റും? CVSലാണെങ്കിൽ ഹിപ്നോട്ടിക് ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ റെഡ്യൂസസ് ദി BP ആൻഡ് ഹാർട്ട് റേറ്റ്. വെറാസ് ടോക്സിക് ഡോസിലാണെങ്കിലോ ഫർദർ ഫോൾ ഇൻ BP നടക്കും, റിസൾട്ടിങ് ഇൻ ഡിക്രീസ് മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി ആൻഡ് വാസോമോട്ടർ സെൻറ്റർ ഡിപ്രഷൻ ഉണ്ടാക്കും. ഇതാണ് ഇതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ. എല്ലാം കുറയ്ക്കും. CNSലും റെസ്പിറേറ്ററിലും CVSലും ഒക്കെ എല്ലാം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്കെൽറ്റൽ മസിലാണെങ്കിൽ ഡിക്രീസസ് ദി എക്സൈറ്റബിലിറ്റി ഓഫ് സ്കെൽറ്റൽ മസിൽ. ഇതിൻ്റെ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ആണ് ഹാങ് ഓവർ, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ, വെർട്ടിഗോ, ഡിസോറിയൻറ്റേഷൻ ഓഫ് മൂഡ്, ഇംപെയർഡ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ്. ദെൻ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ഇറിറ്റബിലിറ്റി ഇൻ സം ചിൽഡ്രൻസ് ഉണ്ടാക്കും. അതുപോലെ റെസ്പിറേറ്ററി ഡിപ്രഷൻ നമ്മൾ പറഞ്ഞു നേരത്തെ, റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കുന്നത്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാവും, സ്കിൻ റാഷസ് അതുപോലത്തെ. പിന്നെ ഡ്രഗ് ഓട്ടോമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കൺഫ്യൂഷൻസ്, ഡിസോറിയൻറ്റേഷൻ ആൻഡ് അംനേഷ്യ ഉണ്ടാക്കും. പേഷ്യൻസ് വെൻ ദേ ടേക്ക് റിപ്പീറ്റഡ്ലി ഈ ടാബ്ലറ്റ്സ് എടുക്കുന്നവർക്ക് ഓവർ ഡോസേജ് കാരണം കൺഫ്യൂഷൻ, ഡിസോറിയൻറ്റേഷൻ, അംനേഷ്യ ഉണ്ടാക്കും. അതാണ് ഡ്രഗ് ഓട്ടോമേഷൻ. നെക്സ്റ്റ് പറയുന്നത് അക്യൂട്ട് ബാർബിറ്റുറേറ്റ് പോയ്സണിങ്. അതിന് മുമ്പ് ബാർബിറ്റുറേറ്റ്സ് ഇപ്പോൾ പറഞ്ഞൊന്ന് കൺസൈസ് ആയിട്ട് പറയാം. ഫസ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ബാർബിറ്റുറേറ്റ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ട് സെയിം ആസ് ദാറ്റ് ഓഫ് ബെൻസോഡയസെപ്പിൻസിന്. ഓൺലി ഡിഫറൻസ് ഇവിടെ പ്രൊലോങ് ദി ഡ്യൂറേഷൻ ഓഫ് ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗ്. സോ ബാർബിറ്റുറേറ്റ്സ് they bind to specific site on the GABA A receptor. They prolong the duration of chloride channel opening, increases the chloride conductance, then neuronal membrane hyperpolarization ഉണ്ടാക്കും, then CNS depression ആവും. ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്? CNSൽ ആക്ട് ചെയ്യുന്നു. CNSൽ സെഡേഷൻ ആൻഡ് ഹിപ്നോസിസ്, അനസ്തേഷ്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുവല്ലാതെ ആൻറ്റി കൺവൾസൻ ഇഫക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇഫക്റ്റും ഉണ്ട് ഇവർക്ക്. ദെൻ റെസ്പിറേറ്ററിലാണെങ്കിൽ റെസ്പിറേഷൻ ഡിപ്രഷൻ ഉണ്ടാക്കും. എവിടെ ഡിപ്രസ് ചെയ്യുന്നത്? മെഡുലറി റെസ്പിറേറ്ററി സെൻറ്ററിൽ പാരലിസിസ് സംഭവിക്കുന്നത്. പിന്നെ CVS ആണെങ്കിലോ ഹിപ്നോട്ടിക് ഡോസ് ഉണ്ട്, ടോക്സിക് ഡോസ് ഉണ്ട്. ഹിപ്നോട്ടിക് ഡോസ് ആണെങ്കിൽ BP ഹാർട്ട് റേറ്റ് ഫോൾ ചെയ്യും. ടോക്സിക് ഡോസ് ആകുമ്പോൾ ഫർദർ ഫോൾ ഇൻ BP ഉണ്ടാക്കും, കോസിങ് മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റിക്ക് റിഡക്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ വാസോമോട്ടർ സെൻറ്ററിൽ ഡിപ്രഷൻ ഉണ്ടാക്കും. സ്കെലറ്റൽ മസിലിനാണെങ്കിലോ ഡിപ്രസ് ദി എക്സൈറ്റബിലിറ്റി ഓഫ് സ്കെലറ്റൽ മസിൽ. ദെൻ ADR എന്ന് പറയുമ്പോൾ ദ കോസസ് ഹാങ് ഓവർ, നോസിയ, വൊമിറ്റിംഗ്, ഡയേറിയ, vertigo, disorientation of mood, impaired judgment and fine motor movement, excitement and irritability in some children, respiratory depression, hypersensitivity reaction and drug automation. Acute barbiturate poisoning. Fatal dose of phenobarbital അല്ലെങ്കിൽ ബാർബിറ്റുറേറ്റ്സിൻ്റെ ഫേറ്റൽ ഡോസ് എത്രയാണ്? 6 to 10 gram ആണ് ഫേറ്റൽ ഡോസ് വരുന്നത്. ആൻഡ് ഹൗ ദേ ആർ മാനിഫെസ്റ്റഡ് ആസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ വിത്ത് സ്ലോ ഓർ ഷാലോ ബ്രീത്തിങ്, ഹൈപ്പോടെൻഷൻ, സ്കിൻ ഇറപ്ഷൻസ്, കാർഡിയോവാസ്കുലർ കൊളാപ്സ് ആൻഡ് റീനൽ ഫെയിലിയർ ആയിട്ടാണ് ഇവർ മാനിഫെസ്റ്റ് ആകുന്നത്. എന്തൊക്കെയാണ്? റെസ്പിറേറ്ററി ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ വിത്ത് സ്ലോ ആൻഡ് ഷാലോ ബ്രീത്തിങ്, ഹൈപ്പോടെൻഷൻ, സ്കിൻ ഇറപ്ഷൻ, കാർഡിയോവാസ്കുലർ കൊളാപ്സ് ആൻഡ് റീനൽ ഫെയിലിയർ. ട്രീറ്റ്മെൻറ്റ് വരുന്നത് നോ സ്പെസിഫിക് ആൻറ്റിഡോട്ട് ഫോർ ദി ട്രീറ്റ്മെൻറ്റ്. ആൻഡ്
ഗ്യാസ്ട്രിക് ലവേജ് ചെയ്യുന്നുണ്ട് ടു റിമൂവ് പോയിസൺ അല്ലേ, അപ്പോൾ ബാർബിറ്റേറ്റ്സിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗ്യാസ്ട്രിക് ലവേജ് ചാർക്കോളാണ് യൂസ് ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് ദി അബ്സോർപ്ഷൻ. ദെൻ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ ബൈ പ്രൊവൈഡിങ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ. ദെൻ general supportive measures are the maintenance of BP, then airway, oxygen administration and ventilation. Forced alkaline diuresis. എന്താണ് ഫോഴ്സ്ഡ് ആൽക്കലൈൻ ഡയൂറസിസ് ചെയ്യുന്നത്? ഡയൂറസിസ് എന്ന് പറയുമ്പോഴത്തേക്കും റിലീസ് എക്സ്ക്രീഷനൊക്കെ കൂട്ടും, വാട്ടറിൻ്റെയും ഇലക്ട്രോലൈറ്റ്സിൻ്റെയൊക്കെ എക്സ്ക്രീഷൻ. ഇലക്ട്രോലൈറ്റ്സ് മാത്രമല്ല ഡ്രഗ്സും കൂടെ എക്സ്ക്രീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇൻക്രീസിങ് ദ എക്സ്ക്രീഷൻ ഓഫ് ലോങ് ആക്ടിങ് ബാർബിറ്റുറേറ്റ്സ് കൂടുതൽ നേരം ബോഡിയിൽ നിൽക്കും. അങ്ങനെ കൂടുതൽ നേരം നിൽക്കാതിരിക്കാൻ വേണ്ടി എക്സ്ക്രീഷൻ കൂട്ടും. ദെൻ ഹീമോ ഡയാലിസിസ്, അത് ഇഫ് നീഡഡ് ഓൺലി, ഇഫ് റീനൽ ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ, അത് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഹീമോ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഫൈനലി യൂസ് ഓഫ് ബാർബിറ്റുറേറ്റ്സ്. യൂസ് ഓഫ് ബാർബിറ്റുറേറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അനസ്തേഷ്യയ്ക്ക് യൂസ് ചെയ്യാം. ഈ നിയോനേറ്റൽ ജോണ്ടിസ് ഒരു എക്സ്ട്രാ യൂസ് ആണ്. നിയോനേറ്റൽ ജോണ്ടിസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് നിയോനേറ്റൽ ജോണ്ടിസിൽ ഈ ബാർബിറ്റുറേറ്റ്സ് എന്ത് ചെയ്യും? മൈക്രോസോമൽ എൻസൈം പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യും. മൈക്രോസോമൽ എൻസൈം പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോറിനൽ ട്രാൻസ്ഫറേസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. അങ്ങനെ ഗ്ലൂക്കോറിനൽ ട്രാൻസ്ഫറേസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ മെറ്റാബോളിസം ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് ബിലിറൂബിൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആവും. അങ്ങനെ ബിലിറൂബിൻ്റെ മെറ്റാബോളിസം ഫാസ്റ്റ് ആകുമ്പോൾ ജോണ്ടിസ് വരത്തില്ലല്ലോ. അങ്ങനെയാണ് ന്യൂനേറ്റൽ ജോണ്ടിസിന് ഇത് യൂസ്ഫുൾ ആവുന്നത്. ദെൻ ആൻറ്റി എപ്പിലെപ്റ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെഡേറ്റീവ് ഹിപ്നോട്ടിക് ആൻഡ് പ്രീ അനസ്തെറ്റിക് മെക്കാനിസത്തിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദിസ് ഈസ് അബൌട്ട് ദി സെഡേറ്റീവ് ഹിപ്നോട്ടിക്. ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ബെൻസോ ഡയാസെപ്പിൻസ് ചോദിക്കാം. ഷോർട്ട് ആൻസർ ആയിട്ടൊക്കെ ഷോർട്ട് നോട്ടൊക്കെ എസ്സേയിൽ ചോദിക്കാൻ പറ്റും. ബെൻസോ ഡയാസെപ്പിൻസ് ചോദിക്കാം. ബാർബിറ്റുറേറ്റ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ADR ഫാർമക്കോളജിക്കൽ ആക്ഷൻ ചോദിക്കാം. ദെൻ അക്യൂട്ട് ബാർബിറ്റുറേറ്റ് പോയ്സണിങ്, അതിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. ഇതാണ് അതിൻ്റെ ഫുൾ നോട്ട്. ആൻഡ് ഇഫ് ഫൈൻഡ് യൂസ്ഫുൾ ഡു സബ്സ്ക്രൈബ് ആൻഡ് like and share. Thank you.